പ്രസാദഗിരി പള്ളിയിലെ വികാരിയച്ഛനാണ് ഞാൻ. എന്നെ സംബന്ധിക്കുന്ന ചില വീഡിയോ ക്ലിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലൊക്കെ പരന്ന് വളരെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. അത് വളരെ അവാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും ഒരു കുർബാനയ്ക്കിടയിൽ തടസ്സം സൃഷ്ടിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു അക്രമത്തിനും ഞാൻ ആഹ്വാനം കൊടുത്തിട്ടില്ല. എന്നോട് കോടതി ആവശ്യപ്പെട്ടേക്കുന്നത് 15-ാം തീയതി വരെ ഇവിടെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം, എന്നോട് വികാരിയായിട്ട് ഇവിടെ തുടരണം എന്ന് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് സ്റ്റാറ്റസ് കോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് പ്രകാരമാണ് ഞാനിവിടെ നിന്നത്. തോട്ടുപുറം അച്ഛൻ ഇവിടെ ഒരു കുർബാന ഇല്ലാത്ത സമയത്ത്, ആ സമയത്ത് പുള്ളി കയറി വന്നു. രാവിലെ 9:40 അദ്ദേഹം കുറേ ആൾക്കാരെ കൂട്ടി ഇങ്ങോട്ട് കയറി വരുവാണ് ചെയ്തത്. ആൾക്കാർ അപ്രതീക്ഷിതമായി പള്ളിയിലോട്ട് വന്നു കണ്ടപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരാരും ഒന്നും മിണ്ടിയില്ല. പെട്ടെന്നൊരു കാറിൽ തോട്ടുപുറച്ചൻ വന്ന് കയറി നേരെ പള്ളിയുടെ സൈഡ് വാതിലൂടെ അകത്തോട്ട് കയറുകയാണ് ചെയ്തത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഓഫീസ് മുറി പൂട്ടി അച്ഛൻ്റെ പുറകെ അച്ഛൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ കുർബാന എല്ലാം വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ സ്റ്റാറ്റസ് കോ അല്ലേ, അച്ഛൻ ഇപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല, ഇത് പ്രശ്നമാവും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നോട് കൂരിയ അനുവദിച്ചിട്ടുണ്ട്, കൂരിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ടോം കുര്യാക്കോസ് ഉണ്ട്. ടോം കുര്യാക്കോസിനോട് ഞാൻ ചോദിച്ചു, നമ്മൾ DYSP ഓഫീസിൽ വെച്ച് ഇങ്ങനെയല്ലല്ലോ ധാരണയിലോട്ട് വന്നത്. നമ്മൾ സംസാരിച്ചത് പിതാവുമായിട്ട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം എത്താമെന്നല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ കൂരിയായിട്ടെല്ലാം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാണ്. കൂരിയ എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞാണ് അവർ അകത്തോട്ട് കയറിപ്പോയത്. എന്നെ അൾത്താരയിലോട്ട്, ബലിമേശ്വരങ്ങളുടെ അൾത്താരയിലോട്ട് കയറി ഞാൻ അവിടെ നിന്ന് അച്ഛനോട് അച്ഛൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവർ തള്ളി താഴത്തോട്ട് ഇറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അച്ഛൻ ആ വഴി സങ്കീർത്തിയിലോട്ട് കയറി വെസ്റ്റ് ചെയ്യാനായിട്ട് പോയി. ഞാനപ്പോൾ ഒന്ന് ആൾക്കാരോടും പറഞ്ഞു, മക്കളെ ഇത് ചെയ്യരുത്, ഇത് തെറ്റായിട്ടുള്ള വഴിയാണ്. കാരണം ഇത് കോടതിയിലിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും, ഇടവകയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും എന്നെല്ലാം ഞാൻ അവിടെ പറഞ്ഞപ്പോൾ ഇവരെന്നെ ഇറക്കി വിടണം, അവിടെ നിന്ന് താഴത്തേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് പള്ളിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഇവർ സംഘം ചേർന്ന് കയറി വന്ന് പള്ളി എല്ലാ വാതിലും ജനലുകളും അവരങ്ങോട്ട് അടച്ചു കളഞ്ഞു. അപ്പോൾ ഒരു രീതിയിൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഈ സമയത്ത് അച്ഛൻ അൾത്താരയിൽ വന്നിട്ട് അപ്പോഴേക്കും ആൾക്കാർ എടുത്ത് വയ്ക്കുന്നു, എന്നെ അവർ പിടിച്ച് മാറ്റുന്നു. ഇതിനിടയിൽ ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് കിടക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അച്ഛൻ കുർബാന തുടങ്ങുന്നതോടുകൂടി ഞാൻ പിന്നെ അൾത്താരയിൽ ഒരിക്കലും കയറിയിട്ടില്ല. അച്ഛൻ കുർബാന എല്ലുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും വാലിലൂടെ പുറത്തേക്ക് കിടക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇവരാരും എന്നെ പുറത്തേക്ക് വിട്ടില്ല. ഓരോ വാതിലിൻ്റെ അടുത്ത് നിന്ന് കുറ്റി ഉറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവരെന്നെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്, തള്ളി മാറ്റുകയാണ് ചെയ്തത്. അവസാനം അവരെൻ്റെ വട്ടം ഇങ്ങനെ കയറി പിടിച്ചിട്ട് ഈ രണ്ട് പക്കിൻ്റെ ഭാഗത്തു നിന്ന് അവരിങ്ങനെ വട്ടം കയറി പിടിച്ചിട്ട് എനിക്ക് ശ്വാസം മുട്ട് വരെ ഉണ്ടായി. എൻ്റെ പുറകിലിട്ട് ആരാണ്ട് കയറി ഇടിച്ച്, ഇടിച്ചതാരാന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ പുറകിലിട്ട് നന്നായിട്ട് അവരെന്നെ ഇടിച്ചിട്ടുമുണ്ട്. ഇതിന് ശേഷം ഞാൻ ഒരു കണക്കിന് പല വാതിലിനടുത്ത് നിന്ന് തുറക്കുന്നതിനിടയിൽ ഒരു വാതിലിനടുത്ത് നിന്ന് തുറക്കുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ഈ പിടിവലിക്കിടയിൽ പെപ്പർ സ്പ്രേ അടിച്ചു. ഇത് പെപ്പർ സ്പ്രേ എൻ്റെ കണ്ണിലോട്ട് നേരിട്ട് പതിച്ചില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എനിക്ക് വളരെ അസ്വസ്ഥത, എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി, ഞാൻ ചുമയ്ക്കാൻ തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ മരിച്ചു പോകുന്നവർ പേടിച്ചു. കാരണം അങ്ങനത്തെ ഒരു ശ്വാസം മുട്ട് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. എന്നെ പിടിച്ചുകൊണ്ടിരുന്നവരെല്ലാം പിടിവിട്ടു. ആ ഫാനൊക്കെ ഇട്ട് കിടക്കുന്നതുകൊണ്ട് ആ പരിസരത്ത് അവിടെ നിന്നിരുന്ന ആൾക്കാർ മുഴുവൻ ചുമയ്ക്കാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് ഞാൻ ആകെ അവിടെ കുറേ നേരം ഇരുന്നു, എൻ്റെ കണ്ണിരിക്കുന്നു, എനിക്ക് ശ്വാസം മുട്ടുന്നു, എനിക്ക് ചുമയുണ്ടാവുന്നു, ഞാൻ ആകെ ബുദ്ധിമുട്ട് കുറേ നേരം അവിടെ ഇരുന്നു. ഞാൻ ഈ സമയത്ത് എല്ലാം അച്ഛൻ അവിടെ കുർബാന ഇല്ലിക്കൊണ്ടിരിക്കുക, മൈക്കിൽ കൂടി. അന്ന് അച്ഛൻ ഒരു വൈദികനാണ്. എന്നോട് ചെയ്യുന്ന അക്രമം അച്ഛൻ അവിടെ നിന്ന് അൾത്താരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛന് വേണമെങ്കിൽ പറയാമെന്നില്ല, ചെയ്യല്ലേ, അച്ഛൻ ഇറക്കി വിടുന്നെങ്കിൽ അച്ഛന് പറയുമായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ലക്ഷ്യം ഇവിടെ ഒരു കുർബാന ചൊല്ലി എന്തോ സ്ഥാപിക്കാനായിട്ട്, ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഇത് കണക്ക് കൂട്ടി തന്നെ വന്നതാണ്. അല്ലെങ്കിൽ അവർ ഒരിക്കലും ആ വാതിലടക്കില്ല, ഒരിക്കലും പെപ്പർ സ്പ്രേ കൊണ്ടുവരില്ല. ആരാണ് കുർബാനയ്ക്ക് ഒരു പെപ്പർ സ്പ്രേ കൊണ്ടുവന്നത്? ഇത് മനഃപൂർവ്വം ഇത് ചെയ്യാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഒരു കണക്കൂട്ടി വന്ന ഒരു കാര്യമാണ്. ഇതിനിടയിൽ സങ്കീർത്തിയുടെ വാതിൽ വഴി കണ്ട് നമ്മുടെ ബാബു ചേട്ടനും നമ്മുടെ സ്റ്റീഫൻ ചേട്ടനും മത്തായി ചേട്ടനും ആൽബർട്ടൊക്കെ കൂടി അവർ കയറി വന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ ജനലിൽ കൂടി ഈ ആൾക്കാർ എന്നോട് കാണിക്കുന്ന അക്രമം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ കയറി വന്നത്, അകത്തോട്ട് കയറി വന്നത്. അവർ കയറി വന്ന ഉടനെ മൈക്കെടുത്ത് മാറ്റുന്നു, കുർബാന നിർത്തുന്നു, അച്ഛനെ മാറ്റുന്നു. അപ്പോഴാണ് ഞാൻ അൾത്താരയിലോട്ട് കയറുന്നത്. അൾത്താരയിൽ കയറിക്കൊണ്ട് ഞാൻ ആൾക്കാരോട് പറഞ്ഞു, തോട്ടുപുറച്ചൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം, നിങ്ങളാണ് അച്ഛൻ നിർബന്ധിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നത്, അച്ഛൻ എന്ത് സംഭവിച്ചാലും നിങ്ങളാണ് എൻ്റെ ഉത്തരവാദി എന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ഞാൻ അവിടെ ഒരു അക്രമത്തിനും എന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ ആൾക്കാർ കയറുന്നതുകൊണ്ട് ആൾക്കാരോട് അത് ചെയ്യരുതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്.
അവസാനം ഞാൻ ആൾക്കാരോട് കയറിയെന്ന് പറഞ്ഞ് നിങ്ങൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ ആ വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് ഞാനവിടെ അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ പേര് മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് എൻ്റെ ചമ്പക്കര ഇടവകയിൽ നിന്ന് തോട്ടൂറച്ചൻ്റെ ബന്ധു ജെയ്മോൻ തോട്ടൂർ എന്നെ വിളിച്ചു പറഞ്ഞത് തെറിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. എന്നെ വെട്ടിക്കളയുമെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങളുടെ കുടുംബങ്ങൾ ഏറ്റവും സൗഹാർദ്ദപരമായിട്ട് ചമ്പക്കരയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബങ്ങൾ തമ്മിൽ പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലാണ് തോട്ടൂറച്ചൻ്റെ ഈ പ്രശ്നത്തിലൂടെ കടന്നു വന്നേക്കുന്നത്. അച്ഛനോട് ഞാൻ പറഞ്ഞു 15-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട്. 15-ാം തീയതി ഇത് DYSP ഓഫീസിൽ വെച്ചുള്ള ചർച്ചയിൽ DYSP ഓഫീസ് സാറ് 3 ഓപ്ഷൻസാണ് തന്നത്. ഒന്ന്, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് 15-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോ ലിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഹയർ കോർട്ടിൽ പോവുക, ഇല്ലെങ്കിൽ പാമ്പ്ലാനി പിതാവുമായിട്ട് സംസാരിച്ച് ഒരു സമാധാനത്തിലെത്തുക. ഇനി ഇത് മൂന്നും ഉപയോഗിക്കാണ്ട് ഒരു തല്ലിലേക്കോ ബഹളത്തിലേക്കോ ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എനിക്ക് പള്ളി പൂട്ടേണ്ടി വരുമെന്ന് പറഞ്ഞു. DYSP ഓഫീസിൽ ചെന്നപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതിനകത്ത് DYSP സാറ് പറഞ്ഞത് നിങ്ങളിത് പാമ്പ്ലാനി പിതാവുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലോട്ടെത്ത്, അതാണ് ഏറ്റവും സമാധാനപരമായിട്ടുള്ള വഴി. പാമ്പ്ലാനി പിതാവ് ഈ അച്ഛനെ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റിക്കോളും, അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തോളും. ആ സമയത്ത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ സ്റ്റാറ്റസ് കോ വെക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ പള്ളി കിടന്ന് എന്തെങ്കിലും ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കത് പൂട്ടേണ്ടി വരും എന്ന് തന്നെയാണ് സാറ് പറഞ്ഞത്. ഇതെല്ലാം ടോം കുര്യാക്കോസും തോട്ടുപുറവച്ചനും പിന്നെ എൻ്റെ വൈസ് ചെയർമാൻ റെജി വാളോത്തും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനോടാണ് സാർ ഇത് പറഞ്ഞത്. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവർ സമാധാനത്തിൻ്റെ പരമായിട്ടുള്ള രീതിയിൽ നീങ്ങി പാമ്പ്ലാനി പിതാവുമായിട്ടൊരു ചർച്ചയ്ക്ക് വരുമെന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഇവർക്ക് പള്ളി പൂട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാനായിട്ട് പല പ്രാവശ്യം ഇത് കോടതി അലക്ഷ്യമാണെന്ന് ഞാൻ പല രീതിയിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ കൂടാതെ DYSP സാറ് പറഞ്ഞത് കോടതി അലക്ഷ്യമാകും, എന്നിട്ട് പോലും അച്ഛൻ ഈ ആൾക്കാരെയും കൂട്ടി മനഃപൂർവ്വം അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ വന്നതായിരുന്നു. അച്ഛൻ അവിടെ നീർപ്പാറ കോൺവെൻറ്റിൽ അവിടെ സിനഡ് നിർദ്ദേശിക്കുന്ന ഏകീകൃത രീതിയിൽ കുർബാന ചെല്ലുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ആ കുർബാനയ്ക്ക് തടസ്സം ചെന്നിട്ടില്ല. ഒരു വാക്ക് പോലും എൻ്റെ പ്രസംഗത്തിൽ ഞാൻ അച്ഛനെതിരെ സംസാരിച്ചിട്ടില്ല. പക്ഷേ അച്ഛൻ ഇവിടെ വന്ന് ഈ കുർബാന നിർത്താനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ ജനാബിയും കുർബാന നിർത്തുന്നു, അത് നടത്തുന്ന പള്ളി പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇത് ചെയ്തത്. കാരണം തൊട്ടടുത്ത് ക്നാനായ പള്ളിയുണ്ട്, കരിപ്പാടം പള്ളിയുണ്ട്, തോട്ടര പള്ളി, അവിടെ എല്ലാം ഏകീകൃത രീതിയിലെ കുർബാനയിൽ നിന്ന് ജനാബിയും കുർബാന ആകെ സമാധാനം അവിടെ നടക്കുന്നത് ഈ പ്രസാദഗിരി പള്ളിയിലാണ്. പിന്നെയുള്ള തലയോലപ്പറമ്പും കീച്ചേരി പള്ളി ദൂരെയാണ്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് വളരെ സമാധാനപരമായിട്ട് കുർബാന കണ്ടുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ആ പള്ളി പൂട്ടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അച്ഛൻ ഇത് നേതൃത്വം കൊടുത്തത്. അച്ഛൻ 80 വയസ്സുള്ള വയോധികനാണ്. 50 വയസ്സുള്ള പ്രായം പക്വതയെന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. ഒരുപാട് ഇടവകളിൽ ഇരുന്ന് പരിചയമുള്ള വ്യക്തിയാണ്. ആൾക്കാർ വന്ന് അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അച്ഛനല്ലേ പറയണം, മക്കളെ ഞാനൊരു പ്രശ്നം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഇടവ പള്ളി പൂട്ടിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അച്ഛൻ്റെ പല രീതിയിലുള്ള അവകാശങ്ങൾ പ്രായത്തിനെ മാനിച്ച് പല അവകാശങ്ങളും സുരക്ഷിതത്വം കണ്ടുകൊണ്ട് അച്ഛൻ ഈ ആൾക്കാരും കൂട്ടി സംഘം ചേർന്ന് തന്നെ വന്നത്. അവിടെ നിൽക്കുന്ന ആൾക്കാരെ ആക്രമിക്കാനായിട്ട് പെപ്പർ സ്പ്രേ വരെ അവർ കരുതിക്കൊണ്ടാണ് വന്നത്. ഇനി എന്നോട് നടത്തിയ അക്രമങ്ങൾ എനിക്ക് പുറം ലോകത്തിലേക്ക് കാണിക്കാനായിട്ടുള്ള എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരവസരം എൻ്റെ പള്ളിയിലുണ്ടായിരുന്ന CCTV ഫുട്ടേജാണ്. ഞാനിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഞാൻ ഇന്നത്തേക്ക് 2ാമത്തെ ദിവസത്തേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിനൊക്കെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു അച്ഛൻ്റെ കയ്യിൽ എൻ്റെ പള്ളിമുറിയുടെ താക്കോല് കൊടുത്ത് ആ CCTV ഫുട്ടേജും റിക്കവർ ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പള്ളിമുറിയിൽ നിന്ന് ഹാർഡ് ഡിസ്ക് തന്നെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആരാണ്ട് പറയും ഹാർഡ് ഡിസ്ക് നേരത്തെ ഇല്ലായിരുന്നെങ്കിലും ഒന്നും. പക്ഷേ എൻ്റെ ഫോണിൽ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ മുറിക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ സ്ക്രീൻ ഓണാക്കി വെച്ചിട്ട് അവിടെ നടന്ന സംഭവങ്ങളുടെ ഒരു ചെറിയ ക്ലിപ്പുകൾ ഞാൻ എടുത്തായിരുന്നു. എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തതാണ്. ആ സ്ക്രീൻ ഓണാക്കി വെച്ചിട്ട് ഒന്ന് മൗസ് ഓടിച്ച് അതിൻ്റെ സമയമെടുത്ത് ഞാനൊന്ന് ആ പള്ളിയിൽ നടന്ന കുറച്ച് ദൃശ്യങ്ങൾ, അതിനകത്ത് എല്ലാം ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളുള്ളൂ. എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. ആ സമയത്ത് എനിക്കൊരു തോന്നൽ തോന്നി. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പറയുന്നതെല്ലാം നുണയാണെന്ന് ആൾക്കാർ പറഞ്ഞാൽ എൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് തോട്ടൂറച്ചൻ എങ്ങനെ മനസ്സ് വന്നു? ഒരു വൈദികനെ അവിടെ പീഡിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ അന്തസ്സായിട്ടൊന്ന് കുർബാനയല്ലോ ഉണ്ട്. എന്നിട്ട് പഴി മുഴുവൻ എനിക്ക്. ഞാനാണ് കുർബാനയ്ക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയത്. എൻ്റെ വീട്ടുകാർ, എൻ്റെ മരിച്ചുപോയ അമ്മയെ വരെ തെറി പറയുന്ന രീതിയിലാണ് ആൾക്കാർ എന്നോട് പെരുമാറുന്നത്.
സോഷ്യൽ മീഡിയയിൽ എൻ്റെ നമ്പർ എവിടെ വിട്ടിട്ട് ആൾക്കാർ എന്നെ വിളിച്ച് തെറി പറയും. ഇതുപോലെ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ഈ ഇടവകയിൽ ചെയ്തത്? ഞാൻ എല്ലാവരും കൂട്ടിയോജിപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ. പ്രസാദഗിരി ഇടവകയിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ഇത് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും ചേർത്ത് പിടിക്കാനും ശ്രമിച്ചു. എന്നിട്ട് ഈ ആൾക്കാർ, ഈ ജനം തന്നെ എന്നെ ഒരുമിച്ച്, എന്നെ വട്ടം പിടിച്ച്, എന്നെ ഇടിച്ച്, എന്നെ ഒരു പോക്കാക്കി. ഞാൻ സ്നേഹിച്ചെന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എൻ്റെ ജനം തന്നെയാണ് എന്നെ. പുറത്തുനിന്നൊന്നും ആൾക്കാരൊന്നുമല്ല, എൻ്റെ ഇടവക്കാർ തന്നെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ഇടവകയിൽ കുറച്ച് പേരെങ്കിലും അവിടെ സമാധാനം ആഗ്രഹിക്കുന്നവരുണ്ട്. അവരൊരിക്കലും എന്നോട് ഏകീകൃത കുർബാന ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടില്ല. അവരെന്നോട് ആവശ്യം വെച്ചാൽ കേസ് പിൻവലിച്ച് വന്നു കഴിഞ്ഞാൽ കുർബാന ചൊല്ലിക്കൊടുക്കാൻ അവരും എന്നോട് ആവശ്യപ്പെട്ടേക്കണത്. ആ വ്യക്തികൾ അന്ന് പള്ളിയുടെ പുറത്ത് വന്ന് വാതിൽ മുട്ടിക്കൊണ്ട് അച്ഛനെ ഇറക്കി വിടാനായിട്ട് അവർ പലപ്പോഴും ആക്രോശിച്ചിട്ടുണ്ട്. ആ പല പ്രാവശ്യം അവർ വാതിൽമിട്ട് ഇടിച്ചും വിളിച്ചും. കാരണം അവർ ജനലിൽ കൂടി നോക്കുമ്പോൾ എന്നെ അവിടെ ഇട്ട് അവർ പിടിച്ച് എന്നെ പല രീതിയിൽ മിസ്ഹാൻഡിൽ ചെയ്യുക. ആ സമയത്ത് ഇവർ എന്നെ പള്ളിയുടെ പുറത്ത് നിന്ന് ബാബുച്ചേട്ടനും മകൻ ആൽബർട്ടും ഇവരെല്ലാം എന്നെ ഇറക്കി വിടാൻ പറഞ്ഞുകൊണ്ട് അവരവിടെ പുറത്തുനിന്ന് ബഹളം വെക്കുന്നത്. അവരവിടെ വേറൊരു പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചില്ല. അവസാനം ഈ ബാബുച്ചേട്ടനും ആൽബർട്ടും സ്റ്റീഫൻ ചേട്ടനും മത്തായി ചേട്ടനൊക്കെ കൂടി സങ്കീർത്തി വഴി എങ്ങനെയോ കയറി അകത്ത് വന്നപ്പോഴാണ് അവർ ആ കുർബാന പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളെടുത്ത് മാറ്റി അച്ഛനെ മാറ്റി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്നോടുള്ള അക്രമവും ഇവർ നിർത്തലാക്കിയത്. അവർ പിന്നെ നേരെ അൾത്താരയിലോട്ട് കയറി ബാബുച്ചേട്ടനെതിരെയും നമ്മുടെ ആൽബർട്ടിനും സ്റ്റീഫൻ ചേട്ടനെതിരെയൊക്കെ അവർ പോകാനായിട്ട് തുടങ്ങി. അവരെല്ലാവരും എന്നോട് ആവശ്യം, DYSP ഓഫീസിൻ്റെ ചർച്ചയിലും ഇവരെല്ലാവരും ആവശ്യപ്പെട്ടു, അച്ഛൻ ഞങ്ങൾക്ക് സമാധാനം മതി. അവർ കേസ് പിൻവലിക്കുകയാണെങ്കിൽ അച്ഛൻ ഒരു കുർബാന ചൊല്ലിക്കൊടുത്തു, അത് കുഴപ്പമില്ല, നമുക്ക് എപ്പോഴെങ്കിലും ഒരു കുർബാനയുടെ ഒരു സമയം വെച്ച് നമുക്ക് അവർക്ക് കുർബാനയിൽ കൊടുക്കാമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ആരും ഇതിന് എതിരല്ല. പക്ഷേ കേസ് കൊടുത്ത് അല്ലെങ്കിൽ കേസ് വിധിയാവുന്നവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതൊന്നും ഉപയോഗിക്കാതെ എനിക്കെതിരെ അവിടെ കുർബാന ചെല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിന് അനുകൂലമാക്കത്തക്ക രീതിയിൽ ഇവർ അരമനയിൽ നിന്ന് ഒരു ഓർഡർ മേടിച്ചുകൊണ്ട് വന്ന് എന്നെ ഫോഴ്സ് ചെയ്യുന്നു കുർബാന ചെല്ലിക്കാൻ. അപ്പോൾ എൻ്റെ വക്കീൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അങ്ങനെ ഒരു കുർബാന അവിടെ ചെല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം വീക്കാവും, അങ്ങനെ ചെയ്യരുത്. കാരണം അവർ കോടതിയുടേതായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ കോടതിയിൽ അവർ തന്നെ കേസ് കൊടുത്തു. എന്നിട്ട് അവരുടെ ഭാഗം വിജയിക്കാനായിട്ട് എന്നെക്കൊണ്ട് പല രീതിയിൽ മാനസികമായിട്ട് എന്നെ പീഡിപ്പിച്ചുകൊണ്ട് അവരൊരു കുർബാന ചെല്ലിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ നോക്കുകയാണ്. അപ്പോൾ കുർബാന ചെല്ലിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ കോടതിയിൽ വാദിക്കും, കണ്ട അവിടെ കുർബാന നടന്നു, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും. ഇത് ഇൻഡയറക്റ്റായിട്ട് നമ്മളെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇത് കുർബാനയോടുള്ള സ്നേഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് വെറുതെ തന്ത്രം ഉപയോഗിച്ച് ഒരു ഇടവകയിൽ അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ശ്രമം മാത്രമാണ്. ഇതിനെ ജനം തിരിച്ചറിയണം. അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തണം. ഇടവക സമാധാനപരമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യണം. പള്ളിയിൽ എന്നോടുള്ള അക്രമം നടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. ബാബുച്ചേട്ടനും ആൽബർട്ടും സ്റ്റീഫൻ ചേട്ടനും മത്തായി ചേട്ടനും ഒക്കെ അടങ്ങുന്നൊരു കുറച്ച് പേര്. അവർ ഒരിക്കൽ പോലും ഈ ഇടവകയിൽ പ്രശ്നമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അവരെന്നോട് പറഞ്ഞു, നമുക്ക് ജനാബിയും കുർബാന തീർച്ചയായിട്ടും വേണം, പക്ഷേ അതോടൊപ്പം ഇടവകയിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി അവർ കേസ് പിൻവലിച്ച് കഴിയുമ്പോൾ ഒരു ഏകീകൃത കുർബാന അച്ഛൻ എപ്പോഴെങ്കിലും ചൊല്ലി കൊടുക്കാൻ തയ്യാറാവണം എന്ന് തന്നെയാണ് അവരും എന്നോട് ആവശ്യപ്പെട്ടേക്കുന്നത്. അവരൊരിക്കലും എന്നോട് പറഞ്ഞിട്ട് ഒരിക്കലും ഇത് ചെല്ലാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്കെല്ലാവർക്കും ആവശ്യം ഇടവകയിൽ സമാധാനം ഉണ്ടാവണമെന്ന്. ഇത് മനഃപൂർവ്വം സംഘടിതമായിട്ട് ഒരിടവകയിൽ പ്രശ്നമുണ്ടാക്കണം. കാരണം DYSP സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ, ആൾക്കാർ തമ്മിൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ പള്ളി പൂട്ടുമെന്ന്. അപ്പോൾ അവർക്ക് പൂട്ടിക്കണം. അവിടെ നീർപ്പാറ കോൺവെൻറ്റിലും തോട്ടറ പള്ളിയിലും കരിപ്പാടം പള്ളിയിലും ഏകീകൃത കുർബാന നടക്കുന്നുണ്ട്. അവിടെ പോയി കുർബാന ചെല്ലാൻ, കുർബാനയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഞാൻ ആരെയും ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല. അവിടെ പോകരുതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും ജനാബി കുർബാന ആകെ ലഭിക്കുന്ന ഈ പള്ളി പൂട്ടിക്കളയാൻ ഇത് മനഃപൂർവ്വം ഗൂഢാലോചന ചെയ്ത് ഇനി അതിനെതിരെ നിൽക്കുന്നവരെ ആക്രമിക്കാൻ വേണ്ടി തന്നെ പെപ്പർ സ്പ്രേയുമായിട്ട് വന്ന് ചെയ്തവരാണ് ഇവർ. ഈ സംഭവത്തിനും പ്രശ്നങ്ങൾക്കിടയിൽ ചിലവരൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, എന്നെ കെട്ടിയിടാൻ. എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. ഇനി കെട്ടിയിട്ട് എന്നെ ഉപദ്രവിക്കാണോ എനിക്കറിയില്ല. അതുപോലും കണ്ടു നിൽക്കാൻ സന്നദ്ധനായിട്ടാണ് തോട്ടൂറച്ചൻ അവിടെ നിന്ന് അൾത്താരയിൽ നിന്ന് കുർബാനയിൽ കൊണ്ടുപോകുന്നത്.